ഹായ് ഓൾ, വെൽക്കം ഓൾ ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ്, അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ, അതിൻ്റെ സ്കോപ്പ്, നേച്ചർ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്താണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പോലത്തെ BCom ലെവൽ എക്സാമിനേഷനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണത്. മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇത്രയും 5 ഫാക്ടേഴ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫാക്ടർ നോക്കാം, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ എന്താണ്, സൈക്കോളജിക്ക് ഒരു കൺസ്യൂമറിൻ്റെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കൺസ്യൂമറിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, ഇതുമായി ബന്ധപ്പെട്ടാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. So, human psychology plays a crucial role in designing the consumer's preferences and likes or dislikes for a particular product and services. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺസ്യൂമറിൻ്റെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ഇതൊക്കെ ആ ഒരു കൺസ്യൂമറിൻ്റെ പർച്ചേസിങ്, ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അടുത്ത വരുന്ന ഒരു ഫാക്ടറാണ് സോഷ്യൽ ഫാക്ടർ. നമുക്കറിയാം മാൻ ഇസ് എ സോഷ്യൽ അനിമൽ. അപ്പോൾ എന്താണ്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പ്, ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഫാമിലി ഫാക്ടേഴ്സ്, മറ്റ് ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. So since the man is a social animal who likes to be acceptable by all, tries to imitate the behaviors that are socially acceptable. അപ്പോൾ മാൻ എന്ത് ചെയ്യുന്നു, സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ഹെൻസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സോഷ്യൽ ഫാക്ടേഴ്സ്? ഫാമിലി ആവാം, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആവാം, അതുപോലെ തന്നെ റെഫറൻസ് ഗ്രൂപ്പ് ആവാം, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്, ഒരു കൺസ്യൂമറിൻ്റെ റോള്, സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് കൾച്ചറൽ ഫാക്ടർ. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിൻ്റെ കൾച്ചർ, വാല്യൂ, ബിഹേവിയർ, ഇതൊക്കെ നമ്മളെ കൺസ്യൂമറിൻ്റെ ആ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് the set of values, perceptions, behaviors and preferences at a very early stage of his childhood from the people, especially the family and other key institutions which were around during his developmental stage. അപ്പോൾ ആ ഒരു കൺസ്യൂമറിൻ്റെ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ അവർക്ക് വന്ന വാല്യൂസ്, അവർ ഡിറൈവ് ചെയ്ത വാല്യൂസ്, പെർസെപ്ഷൻസ്, ബിഹേവിയേഴ്സ്, ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണ്, ദ ബിഹേവിയർ പാറ്റേൺസ് ആർ ഡെവലപ്ഡ് ഫ്രം ദി കൾച്ചർ വേർ ഹി ഓർ ഷീ ഈസ് ബ്രോട്ട് അപ്പ്. അപ്പോൾ എവിടെയാണ് അവർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ചെയ്തത്, അവിടുത്തെ ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ ആയിരിക്കും ആ ഒരു കൺസ്യൂമറിന് ഉണ്ടാവുക. സെവറൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്. ഇപ്പോൾ കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്നതാണ് ഫോർത്ത് ഫാക്ടറാണ് പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുന്നത്. പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഓരോ കൺസ്യൂമറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏജ് ആവാം, ഏജിനനുസരിച്ച് കൺസ്യൂമറിൻ്റെ പ്രിഫറൻസും ബിഹേവിയർ ഒക്കെ ചേഞ്ച് വരാം, അല്ലേ? ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് വേണ്ട കാര്യമായിരിക്കില്ല ഒരു വലിയ ഒരു അഡൾട്ടിന് വേണ്ടി വരാം. ദെൻ ഇൻകം, ഒരാളുടെ ഇൻകത്തിനനുസരിച്ച് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം, അല്ലേ? ഇൻകം കൂടിയുള്ള ഒരാൾ എന്ത് ചെയ്യാം, ലക്ഷറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ എന്താണ്, അവർക്ക് അവരുടെ നീഡ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ദെൻ ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഫാക്ടറാണ് ഇക്കണോമിക് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് ഫാക്ടർ പറഞ്ഞാൽ നമുക്ക് കൺസ്യൂമറിന് എന്ത് പർച്ചേസ് ചെയ്യണം, മെയിനായിട്ട് വേണ്ടത് എന്താണ്, പൈസയാണ്, അല്ലേ? മണിയാണ് വരുന്നത്. അപ്പോൾ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഈ ഒരു കൺസ്യൂമറിനെ ബൈയിങ് ഡിസിഷനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തൊക്കെയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്? പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, ഇൻകം എക്സ്പെക്ടേഷൻസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ലിക്വിഡ് അസറ്റ്സ് ഓഫ് ദി കൺസ്യൂമർ, സേവിങ്സ്. ഇത്രയും കാര്യങ്ങൾ ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. പേഴ്സണൽ ഇൻകം ആവാം, അല്ലെങ്കിൽ ഫാമിലി ഇൻകം, ഇൻകം എക്സ്പെക്ടേഷൻ, കൺസ്യൂമർ ക്രെഡിറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളാണ്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, അതായത് ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സാണ്. അപ്പം അക്കൗണ്ടൻറ്റിൻ്റെയൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്. അപ്പം മെയിനായിട്ടും ഈ ഒരു കൺസ്യൂമറിൻ്റെ ബൈയിങ് ഡിസിഷനിൽ മെയിനായിട്ടും വരുന്നത് 5 സ്റ്റേജസ് ഒക്കെയാണ്. ഏതാണ് നോക്കാം? നീഡ് റെക്കഗ്നീഷൻ, ഇൻഫർമേഷൻ സെർച്ച്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, പർച്ചേസ് ഡിസിഷൻ ആൻഡ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു കൺസ്യൂമറായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റെപ്സ് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമുക്ക് നോക്കാം നീഡ് റെക്കഗ്നീഷൻ. ഇപ്പം നമുക്ക് ദാഹിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് വിശക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു നീഡ് അറൈസ് ചെയ്തു അല്ലേ. ഹംഗ്രി അല്ലെങ്കിൽ തേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു നീഡ് അവിടെ അറൈസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് കൺസ്യൂമർ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഹംഗ്രി ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നീഡ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. സോ ദ മാർക്കറ്റർ, ഇപ്പം കൺസ്യൂമർ ആ ഒരു നീഡാണ്. അപ്പം മാർക്കറ്റർ എന്ത് ചെയ്യണം? മാർക്കറ്റർ മസ്റ്റ് റെക്കഗ്നൈസ് ദ നീഡ്സ് ഓഫ് ദി കൺസ്യൂമർ ആസ് വെൽ ആസ് ഹൗ ദീസ് നീഡ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. ഇപ്പം എന്താണ്, ഉച്ചയാവുന്ന സമയത്താണ് ഫുഡൊക്കെ ഉണ്ടാവും അല്ലേ, ഹോട്ടലിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം മാർക്കറ്റർ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള നീഡ്സ് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറവുള്ള സ്ഥലത്ത് എന്താണ് കൂടുതലായിട്ടും നമ്മുടെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്, അതായത് 2 വീലേഴ്സ് 4 വീലേഴ്സ് ഒക്കെ ആയിരിക്കും മെയിനായിട്ടും അവിടെ ആവശ്യം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഈസ് ഹംഗ്രി ദെൻ ഫുഡ് ഈസ് ഡിസയേർഡ്, ഓർ ഇഫ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് തേഴ്സ്റ്റ് ദെൻ വാട്ടർ ഈസ് ഡിസയറബിൾ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ട്രക്കിംഗ് ഒക്കെ പോകുന്ന സ്ഥലത്ത് അവിടെയൊക്കെ വാട്ടറാണ് മെയിനായിട്ടും ആവശ്യം വരിക. അപ്പോൾ അവിടെ ആ ഒരു നീഡ് ഉണ്ടെന്ന് മാർക്കറ്റർ ഫസ്റ്റ് മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് അടുത്തതാണ്, നമുക്കൊരു നീഡ് വന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങണം, ഓക്കെ, അത് എവിടെ നിന്നൊക്കെ വാങ്ങാം എന്ന് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് ആ ഒരു സ്റ്റെപ്പാണ് ഇൻഫർമേഷൻ സെർച്ച് എന്ന് പറയുന്നത്. So in this stage, consumer searches the information about the product either from family, friends, neighborhood, advertisement, wholesaler, retailers, dealers, or examining or using the product. അപ്പോൾ നീഡ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എവിടെ നിന്നൊക്കെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫാമിലീൻ്റെ അടുത്താവാം, ഫ്രണ്ട്സ്. ഇപ്പം നമുക്കൊരു 4 വീലർ ആവശ്യമാണെങ്കിൽ, കാർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോഡക്റ്റാണ് ബൈ ചെയ്യുക? നമ്മളെ ഫാമിലിയോട് ചോദിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോടോ നൈബേഴ്സിനോടോ ഒക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മളിങ്ങനെ കുറേ അധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ ഏതാണ് നല്ലത്? ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ അതിലേത് കാറ് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. So after getting the required knowledge about the product, the consumer evaluates the various alternatives on the basis of its want satisfying power, quality and its features. അപ്പോൾ ആ ഒരു കൺസ്യൂമറിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ആ ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുമോ, ക്വാളിറ്റി അതുപോലെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർത്ത്, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണെന്ന് തീരുമാനിച്ച് പർച്ചേസ് ചെയ്യുക. So after evaluating the alternatives, the buyer buys the suitable product. But there are also the chances to postpone the purchase decision due to some reasons. അപ്പോൾ എന്ത് ചെയ്യുക? ബയ്യറിന് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പം പൈസയൊന്നും കറക്റ്റ് കയ്യിലിപ്പം ഫുൾ ക്യാഷ് ആയിട്ട് കൊടുക്കാനില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പോസ്റ്റ്പോൺ ചെയ്യേണ്ട വരും. സോ ഇൻ ദാറ്റ് കേസ് മാർക്കറ്റർ മസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ആൻഡ് ട്രൈ ടു റിമൂവ് ദം either by providing sufficient information to the consumer or giving them guarantee regarding the product to the consumer. അപ്പം ഇനി അങ്ങനെ ഒരു കേസിൽ എന്താണ്?
ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ് ആ ഒരു കൺസ്യൂമർ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാത്തത് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇൻഫർമേഷൻ കൊടുക്കുക. ഇനി കൺസ്യൂമറിൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല എങ്കിൽ എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. സോ അതാണ് മെയിനായിട്ട് പർച്ചേസ് ഡിസിഷനിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സാറ്റിസ്ഫൈഡ് ആണോ, ആ ഒരു കൺസ്യൂമറിന് സാറ്റിസ്ഫൈഡ് ആണോ ഡിസാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നോക്കുന്നത്. So after buying the product, consumer will either be satisfied or dissatisfied. So if the consumer is not satisfied, in that case he will be disappointed. Otherwise if he is satisfied, then he will be delighted. അപ്പോൾ എപ്പോഴും കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കണം, മാർക്കറ്റർ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണ്? ഇറ്റ് ഈസ് യൂഷ്വലി സെഡ് ദാറ്റ് സാറ്റിസ്ഫൈഡ് കൺസ്യൂമർ ടോക്ക് അബൌട്ട് ദി പ്രോഡക്റ്റ് ടു 3 people and a dissatisfied consumer talk about the product to 11 people. അതൊരു ഇതുപോലെയാണ്. അതെന്താണ്? നല്ലൊരു കാര്യം നമ്മൾ അധികം ആരോടും പറയാറില്ല, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം മോശമാണെങ്കിൽ നമ്മളത് കുറേ ആൾക്കാരോട് പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി മാർക്കറ്റർ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ ഓർ കൺസ്യൂമർ. അപ്പോൾ എന്താണ്? മാർക്കറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഈ കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിൽ വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. ഫസ്റ്റ് നമുക്കൊരു നീഡ് ഉണ്ട്, പിന്നെ ആ നീഡിനെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, പിന്നെ പർച്ചേസ് ചെയ്യുന്നു, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മളിനി റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.